സാധനയുടെ ഭാഗമാക്കിയെടുക്കുന്നത് അവൻ ലക്ഷ്യബോധത്തിലേക്ക്, ഇപ്പറഞ്ഞ ദർശനത്തിൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് ഉയരുന്നു. ഗുരുവിൻ്റെ കൃതികൾ, സ്തോത്രകൃതികൾ എവിടെ നോക്കിയാലും നിരന്തരം അതിൽ കൂടി നൽകുന്ന ഒരു ലക്ഷ്യബോധമുണ്ട്. നീ നിരന്തരം ഈ കൃതികളുടെ പാഠനം കൊണ്ടെത്തേണ്ടുന്ന ലക്ഷ്യമുണ്ട് കുഞ്ഞേ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പല പദ്യങ്ങളിലും. സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ വിശേഷിച്ചും സുബ്രഹ്മണ്യ കീർത്തനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എൺചാൻറോട്ടൂടെയുള്ള ശകടമതു വലിച്ചോണ്ട് മേലീഴ്ത്തു കീഴും സഞ്ചാരം താവിമേവും തുരകമിണയുടെ പൂട്ടി ഓടിച്ചിറങ്ങി 5-8 കടന്നായ അരമനയകമേറി സുഖിച്ചങ്ങിരുന്ന് എന്നെഞ്ചാറി പാൽ കുടിപ്പാൻ ഒരു വരമരുളിയിടേണമേ തമ്പുരാനെ. 8 ചാൺ റോട്ടൂടെ, 8 ചാൺ നീളമുള്ള ശരീരമാകുന്ന റോട്ടിൽ കൂടെ. റോഡ് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു വാക്കാണ്. അതൊരു മലയാള കൃതിയുടെ ഒത്ത നടുക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. വേറെ ആർക്ക് വെക്കാൻ കഴിയും ഇങ്ങനെ? 8 ചാൺ റോട്ടൂടെ, 8 ചാൺ നീളമുള്ള പാതയാകുന്ന, അവനവൻ്റെ കൈയിൻ്റെ ശരീരമനുസരിച്ച് അവനവൻ്റെ ശരീരത്തിന് 8 ചാൺ നീളം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 1 ചാൺ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അളവ്, ഇതാണ് 1 ചാൺ. ഈ അളവനുസരിച്ച് അവനവൻ്റെ ശരീരത്തിന് 8 ചാൺ നീളമുണ്ട്. ആരൊക്കെയോ അളന്ന് നോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും 8 ചാൺ നീളമുണ്ട്. മറ്റൊരാളുടെ കൈയെടുത്ത് വെക്കരുത്. അവനവൻ്റെ കൈ വെച്ച് അളവ് പിടിച്ച് ശരീരം അളന്ന് നോക്കിയാൽ 8 ചാൺ നീളമുണ്ട്. 8 ചാൺ റോട്ടൂടെയുള്ള ശകടം, 8 ചാൺ നീളമുള്ള ഈ ശരീരമാകുന്ന ശകടം അത് വലിച്ചോണ്ട്, ജീവനാകുന്ന തേരാളി ഈ ശകടത്തെ വലിച്ചോണ്ട് മേലീഴ്ത്തു കീഴും സഞ്ചാരം താവിമേവും തുരകമിണയുടെ, ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രാണാപാനന്മാരാകുന്ന, ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന പ്രാണനും കീഴ്ഭാഗത്തേക്കുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അപാനനുമാകുന്ന 2 കുതിരകളെ പൂട്ടിപ്പിടിച്ചുകൊണ്ട് നടുറോട്ടൂടെ ഓടിച്ച്, നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു റോഡുണ്ട് നമുക്ക്. ആ ഒരു സുഷുമ്ന എന്ന് പറയുന്ന ഒരു റോഡുണ്ട് നമുക്ക്. ആ റോട്ടിൽ കൂടി വന്നിട്ട് 5, 6, 8 കടന്നു പോകണം. 5 ഇന്ദ്രിയങ്ങളെ, കണ്ണും മൂക്കും നാക്കും ത്വക്കും ചെവിയുമാകുന്ന 5ഉം, 6 മനുഷ്യൻ്റെ വികാരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അസ്ഥി, ജന്മം, വൃദ്ധി, പരിണാമം, അപക്ഷ്യം, വിനാശം എന്നീ ശരീരഭാവങ്ങളെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളും മനസ്സും എന്ന് ചിന്തിക്കാം. ഈ 6നെയും 8 മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം, ബ്രഹ്മരന്ധ്രം, സഹസ്രാരപത്മം എന്നീ 8 ചക്രങ്ങളെയും കടന്ന് ഈശ്വരീയമായ അനുഭൂതിയെ നേടിയിട്ട് നെഞ്ചാറിപ്പാല് കുടിക്കാനുള്ള അവസരമുണ്ടാകണം. മനസ്സൊന്നാറണം, ഉള്ളിലുള്ള അമൃത് പുറത്തു വരണം, ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കാണുവാൻ സാധിക്കണം. ഒരു സാധനയുടെ ലക്ഷ്യം ഇതാണ്, ഒരു പൂജയുടെ ലക്ഷ്യം ഇതാണ്, ഒരു പ്രാർത്ഥനയുടെ ലക്ഷ്യം ഇതാണ്. ഈശ്വരൻ എന്ന തത്വത്തോട്, ഈശ്വരൻ എന്ന സത്യത്തോട് ചേരുക. പ്രാർത്ഥനയും ജപവും ധ്യാനവും നൽകുന്ന ബലവും ഇതാണ്. സ്തോത്രകൃതികൾ തുറക്കുന്ന വഴിയും ഇതുതന്നെയാണ്. പുറമേക്കു നമുക്ക് സ്തുതിക്കുവാനുള്ള ചില വാചകങ്ങളെന്ന് തോന്നുമെങ്കിലും, സ്തുതിക്കുവാനുള്ള ചില വരികളെന്ന് തോന്നുമെങ്കിലും, അതിൻ്റെ ഉള്ളിൽ കൂടി നടത്തി ഗുരു നമ്മെ എത്തിക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ്, ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക്. അവനവൻ്റെ സത്ത എന്തെന്ന് തിരിച്ചറിയുന്ന നിലയിലേക്കാണ് അവിടെ ഗുരു നമ്മെ ഉയർത്തിയെടുക്കുന്നത്. എല്ലാ കൃതികളിലും ഇതിന് ഉദാഹരണങ്ങളുണ്ട്, പക്ഷേ അത് പറയുവാനുള്ള ഒരു സാഹചര്യമോ സന്ദർഭമോ അല്ല ഇപ്പോഴിവിടെയുള്ളത്. ഗുരുവിൻ്റെ സ്തോത്രകൃതികളാവട്ടെ, അതിൽ സുബ്രഹ്മണ്യ കൃതികളാവട്ടെ, ശിവസ്തോത്രങ്ങളാവട്ടെ, ദേവീ സ്തോത്രങ്ങളാവട്ടെ, ഏതുമായി കൊള്ളട്ടെ, അവയുടെ ഏതാണ്ട് എല്ലാ കൃതികളുടെയും ധർമ്മവും കർമ്മവും ഇതുതന്നെയാണ്. ആരാണോ ശരിയായി പ്രയോഗിക്കുന്നത് അവൻ്റെ ഉള്ളിൽ ഭക്തിയുടെ വിത്തുകൾ മുളപ്പിക്കാൻ, കാമം മുൻപായി മുളയ്ക്കും കളമുളകൾ അറുത്ത് ഉൾനിലത്തൻപു വിത്തിട്ട് ഭക്തിപ്പൊടിപ്പിൻ പയിർക്കതിർ വരുമാറാകണേ എന്ന് ഷൺമുഖദശകത്തിൽ പാടിയതുപോലെ കാമം തൊട്ട് മുളയ്ക്കുന്ന കളകളെ പറിച്ചു കളഞ്ഞ് അവിടെ ഭക്തിയുടെ മുളപ്പുകൾ ഉണ്ടാകുവാൻ,
ഭക്തിയുടെ തലത്തിൽ കൂടി നടന്ന് ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ആ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ലോകമെല്ലാം ഈശ്വരൻ എന്ന സത്യത്തിൽ ലയിച്ചു നിൽക്കുന്നത് കാണുവാനും ആ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ ഒപ്പമുള്ളവരെ കൂടി ശീഘ്രം നദിയിൽ മുഴുക്കുവാനുമുള്ള വീക്ഷണത്തിലേക്കുയർത്തുവാനുള്ള പടികളാണ് വാസ്തവത്തിൽ ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെന്ന് നിസ്സംശയം പറയാം. ഗുരുവിൻ്റെ പരിഷ്കരണ പ്രക്രിയയും ഇതുതന്നെയാണ്. ആ പരിഷ്കരണ പ്രക്രിയയുടെ ഏതാണ്ടൊരു സുന്ദരമായ ഭാവമാണ് 3 ദിവസങ്ങളിൽ ഇപ്പോൾ ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സുന്ദരങ്ങളായ വാക്കുകളിൽ കൂടി, സുന്ദരങ്ങളായ പ്രഭാഷണങ്ങളിൽ കൂടി, സുന്ദരങ്ങളായ വിഷയങ്ങളിൽ കൂടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ യാത്രയുടെ പടികളെ തന്നെയാണ്. ദൈവത്തിലേക്കുള്ള, നമ്മുടെ പരമദൈവമായ ഗുരുവിലേക്കുള്ള യാത്ര. ആ ഗുരുവിനെ സുബ്രഹ്മണ്യഭാവത്തിലോ വിഷ്ണുഭാവത്തിലോ ദേവീഭാവത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്തുതിക്കാം കേട്ടോ. ഇതേ സ്തോത്രകൃതികളെ ഗുരുവിനെ ഉള്ളിൽ ഉപാസനാമൂർത്തിയായി കണ്ടുകൊണ്ട് വേണമെങ്കിൽ സ്തുതിക്കാം, യാതൊരു തെറ്റുമില്ല. പക്ഷേ സ്തുതിക്കുമ്പോൾ മൂർത്തിയിൽ നിന്നു പോകരുതെന്ന് മാത്രം. മൂർത്തിയിൽ നിന്നു പോകരുത്. പല കൃതികളിലും ഗുരു കേശാദിപാദ ധ്യാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഷൺമുഖ സ്തോത്രം കൊടുത്തിരിക്കുന്നത് ഷൺമുഖനെ പൂജിക്കാൻ മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ ഷൺമുഖൻ്റെ രൂപം എന്തിനാ കൊടുത്തിരിക്കുന്നത്, ഇത്രയും വിശദമായിട്ട് എന്തിനാ പറയുന്നത്? ഷൺമുഖ ദശകത്തിൽ 10 പദ്യങ്ങൾ കേശാദിപാദ ധ്യാനമാണ്. വിശാഖ ഷഷ്ടിയിൽ 20-ാം പദ്യം തൊട്ട് മാർത്താണ്ഡ ഷൽക്കമോടെ ദർത്താഭ നിൽക്കിൽ അവയാർത്താഭവിക്കും അളവേ കാർത്യായനീ തനയൻ്റെ കാർത്തസ്വരാഭ മകുടത്തിൽ നിന്ന് സുബ്രഹ്മണ്യ ഭഗവാന്റെ കിരീടത്തിൽ നിന്ന് 20-ാം പദ്യത്തിൽ ഇപ്രകാരം ആരംഭിച്ച് ഏതാണ്ട് 36-ാമത്തെ പദ്യത്തില് പാദത്തെ പറയുന്നത് വരെ 16 പദ്യങ്ങൾ കേശാദിപാദ ധ്യാനമാണ്. പല കൃതികളിലും ഈ ധ്യാനം കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണിത്? കേശാദിപാദ ധ്യാനം എന്ന് പറയുന്നത് ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ധ്യാനം നമ്മെ കൊണ്ട് ശീലിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഏകാഗ്രത എന്ന വലിയ ഗുണത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ സ്വീകരിക്കുവാൻ നമുക്ക് പ്രാഥമികമായി വേണ്ടത് ശ്രദ്ധയാണ്. ആ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേശാദിപാദ ധ്യാനം കൊണ്ടുള്ള പ്രയോജനം. ഇപ്പം നമ്മൾ ഷൺമുഖ സ്തോത്രം ചൊല്ലുമ്പോൾ അർക്കബിംബം ഒരാറുദിച്ചുയരുന്നത് പോലെയുള്ള ഭഗവാന്റെ 6 കിരീടങ്ങളും തൃക്കിരീട ജടക്കിടയിലിരിക്കുന്ന അരവങ്ങളും അമ്പിളിയും തുമ്പയും ദുഷ്കൃതങ്ങൾ ഒഴുക്കുന്ന എല്ലാ ദോഷങ്ങളെയും അകറ്റിക്കളയുന്ന ഗംഗയും 6 വാർമതിയോട് എതിർത്തു നിൽക്കുന്ന സുന്ദരങ്ങളായ 6 മുഖങ്ങളിലും നല്ല മനോഹരമായ കാർവില്ലു വെല്ലുന്ന ചില്ലിക്കൊടികൾ 6 സെറ്റും നാസിക വലിയും ഇന്ദുബിംബ വിഭാവസുക്കളായ കണ്ണുകളും നല്ല സുന്ദരങ്ങളായ മൂക്കുകളും പവിഴത്തിൻ്റെ ശോഭ പോലും നമിച്ചു പോകുന്ന ചുണ്ടുകളും വെണ്ണക്കെട്ടി പോലും തോൽക്കുന്ന സുന്ദരമായ കവിൾത്തടങ്ങളും കുണ്ടലങ്ങളും ഗുരു കാണിച്ചു നൽകുമ്പോൾ ഷൺമുഖ സ്തോത്രത്തിൽ മനസ്സറിഞ്ഞു സഞ്ചരിക്കുന്ന ഭക്തൻ ഏകാഗ്രത പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഏകാഗ്രത പഠിക്കുകയാണ്. ഷൺമുഖ സ്തോത്രത്തിൻ്റെ ഓരോ വരി കഴിയുമ്പോഴും അതിൻ്റെ വിശേഷണത്തെ ചിന്തിക്കുന്നവൻ ഏകാഗ്രതയാണ് വാസ്തവത്തിൽ പഠിക്കുന്നത്. ഇപ്പം മൂർത്തിയിലല്ല നിൽക്കേണ്ടത്. സുബ്രഹ്മണ്യ സ്തോത്രം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനെ ഭജിക്കുക എന്നുള്ളത് മാത്രമല്ല, സുബ്രഹ്മണ്യനിൽ കൂടി അവനവനിലേക്ക് ഉയരാനുള്ള ഗുണങ്ങളെ സമ്പാദിക്കുക, ഏകാഗ്രതയിലേക്ക് എത്തുക, ഭക്തിയിലേക്ക് എത്തുക, വിശ്വാസത്തിലേക്ക് എത്തുക, സാധനയെ ഉയർത്തുക. ആ തലമാണ് ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ഉൾപ്പെടെയുള്ള സുന്ദരമായ കൃതികളിൽ കൂടി നൽകുന്നത്. ഒപ്പം ഗുരുവിൻ്റെ ആത്മകഥാംശങ്ങൾ കൂടിയാണിവ. എന്തുകൊണ്ടാണ് താൻ സമാധ്യവസ്ഥയെ പുൽകിയിട്ടും തിരിച്ച് ഈ ഭൂമിയിലേക്ക് മരുത്വാമല എന്ന ഉന്നത ശിഖരമാർന്ന് നിൽക്കുന്ന മലയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് എന്തുകൊണ്ട് ലോക ജീവിതത്തിലേക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതിൻ്റെ ഉത്തരവും ഇതേ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ആത്മകഥാംശങ്ങളായ സാധനയുടെ പടികളായിട്ടുള്ള സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെയും ഇതര സ്തോത്രങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാധനയുടെ ഭാഗമാക്കുക. അത് നന്മയിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യും. ഈ നദിയുടെ തീരത്ത്, ഒരുപക്ഷേ ശാന്തമായി ഒഴുകുന്ന നദിയുടെ തീരത്ത്
ഏതാണ്ട് ചടുലമായി ഒഴുകുന്ന വാക്കുകളിൽ കൂടി ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ, ഗുരുവിൻ്റെ കൃതികളെ, നന്മയെ കേൾക്കുവാനുള്ള വലിയ അവസരമാകുന്ന ഈ കൺവെൻഷൻ വേദിയിൽ, ഈ ജ്ഞാനദാന യജ്ഞത്തിൻ്റെ സമ്പൂർണമായ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഇത്രയധികം സമയം നിങ്ങളോട് സംസാരിക്കുവാൻ ലഭിച്ച അവസരത്തിന് ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടും ഈ അവസരത്തെ എന്നിലേക്ക് ഭാഗ്യമായി സുഹൃതമായി എത്തിച്ചു തന്ന യൂണിയൻ്റെ എല്ലാ നല്ലവരായ ഭാരവാഹികളോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ടും ഇത്രയധികം സമയത്തെ ശാരീരികമായ എല്ലാ പരിമിതികളുടെയും ഉള്ളിലിരുന്നും നടുവിലിരുന്നും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെയോ ഇങ്ങട് വാ എന്നൊക്കെ ഒന്ന് വിളിച്ചാലും സടകുടഞ്ഞെഴുന്നേറ്റ് തട്ടിക്കൂട്ടി പൂട്ടിപ്പിടിച്ച് നടുറോട്ടൂടെ ഓടിച്ച് എൻ്റെ വാക്കുകളെ സ്വീകരിച്ച എല്ലാ പ്രിയമുള്ള സജ്ജനങ്ങൾക്കും ശ്രീനാരായണ പരമഹംസദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപാദങ്ങളിലേക്ക് എൻ്റെ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.